ഞാൻ ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ടാണ്. എനിക്കറിയുന്ന പോലെ ഞാൻ ഭഗവാനെ വിളിച്ചും ഞാൻ എനിക്കറിയാവുന്ന പോലെ പൂക്കൾ സമർപ്പിച്ചും മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് നല്ലൊരു സമാധാനവും പോസിറ്റീവ് മൈൻഡുമാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും നല്ലൊരു മാറ്റം, നല്ലൊരു തിളക്കം, നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്താൽ സംഭവിക്കും, എനിക്ക് ഉറപ്പാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിനുള്ള മറുപടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതല്ല എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് അന്വേഷിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ പൂജയ്ക്ക് എടുക്കാവുന്ന പൂക്കളെ പറ്റിയും എങ്ങനത്തെ പൂക്കളൊക്കെ പൂജയ്ക്ക് എടുക്കാം, അതോ കടയിൽ നിന്ന് വാങ്ങുന്ന പൂക്കളാണോ പൂജയ്ക്ക് എടുക്കാൻ നല്ലത്, വീട്ടിലെ പൂക്കൾ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത്. നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. അതും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പൂക്കളാണെങ്കിൽ അത് ഇത്രയും കൂടെ നല്ലതാണ്. അധികം ഒന്നും വേണ്ട, ഒരു തുളസി ഇലയെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് ഭക്തിയോടെ വിശ്വാസത്തോടെ ഭഗവാന് സമർപ്പിച്ചാൽ അതിൻ്റെ ഫലം ഭയങ്കര ശുഭകരമായിരിക്കും. നല്ല ഗുണങ്ങളാണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. ഒരിക്കലും ഒരു ദോഷമായിട്ട് ഒന്നും വരില്ല. ആർക്ക് വേണമെങ്കിലും പൂക്കൾ സമർപ്പിക്കാം. അവിടെ പണമുള്ളവരെന്നോ പണമില്ലാത്തവരെന്നോ ഒന്നുമില്ല. നമുക്ക് നല്ല മനസ്സുണ്ടായാൽ മതി. നിഷ്കളങ്കമായ ഒരു മനസ്സും നല്ല സുഗന്ധത്തോടു കൂടിയുള്ള പൂക്കൾ, നല്ല നൈർമല്യമുള്ള പൂക്കൾ, നിർമ്മലമായ പൂക്കൾ, ഇതൊക്കെ ഈശ്വര സന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിഷ്കളങ്കമായ മനസ്സും നല്ല പൂക്കളും ഈശ്വര സന്നിധിയിൽ എപ്പോഴും പ്രിയപ്പെട്ടതാണ്. പൂജയ്ക്ക് നമുക്ക് കൃഷ്ണ തുളസി, രാമ തുളസി, ചെത്തി, ചെമ്പരത്തി, ജമന്തി, താമരകള്, മുല്ലപ്പൂക്കള്, അങ്ങനെ എല്ലാ തരത്തിലും മന്ദാരം, ഇങ്ങനെയുള്ള പൂക്കളൊക്കെ നമുക്ക് വിളക്കിൽ സമർപ്പിക്കാനും പൂജാ പുഷ്പങ്ങൾ നമുക്ക് ഭഗവാന് സമർപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്. വിഷ്ണുവിന് നമ്മൾ തുളസി ഇല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. തെച്ചിപ്പൂവുണ്ടെങ്കിൽ അതും ഭഗവാന് ഇഷ്ടമാണ്. അതേപോലെ ശിവഭഗവാന് നമ്മൾ ശംഖുപുഷ്പം, പിന്നെ കൂവളത്തിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അത്, പിന്നെ എന്താ പറയുക, കർപ്പൂര തുളസി, ഇതൊക്കെ ശിവന് സമർപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ദേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ദേവിക്ക് ചെമ്പരത്തിപ്പൂവ്, കുങ്കുമവർണ്ണത്തിലുള്ള ചെമ്പരത്തിപ്പൂവ്, പിന്നെ മുല്ലപ്പൂവ്, അതൊക്കെ ദേവിക്ക് വളരെ നല്ലതാണ്. ദേവിക്ക് സമർപ്പിക്കാനായിട്ട് നല്ലതാണ്. നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുന്ന ഏത് പുഷ്പങ്ങളായിക്കോട്ടെ, ഏത് പൂക്കളാവട്ടെ, അതുകൊണ്ട് അർച്ചന ചെയ്യുന്നത് അതിൻ്റെ ഫലപ്രാപ്തി വളരെ കൂടുതലാണ് കേട്ടോ. ഇനി ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ ആദ്യമൊക്കെ കടയിൽ നിന്നാണ് പൂക്കൾ വാങ്ങിയിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട്. വെച്ചാൽ എൻ്റെ വീട്ടിൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെമ്പരത്തിയോടും ചെത്തിയോടും തുളസിയോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ. അത് നമ്മുടെ വീട്ടുമുറ്റത്ത് വേണമെന്ന് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചിട്ട് ചെമ്പരത്തീൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് വീട്ടിൽ റെന്റ് ഹൗസ് ആണ്, അതുകൊണ്ട് നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, എപ്പോഴാ അവിടെ നിന്ന് പോവാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനതൊരു ചട്ടിയിൽ നട്ടു. അതേപോലെ ചെത്തി ഞാൻ കോട്ടയത്ത് പോയി വന്നപ്പോൾ എനിക്ക് ഈ ചെത്തി വാങ്ങിത്തരുമോ, പൂത്ത് നിൽക്കുന്ന ഒരു ചെത്തിയായിരുന്നു. അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വീട്ടിൽ വാങ്ങി. പിന്നെ മുല്ലപ്പൂ വാങ്ങിട്ടോ, അത് അധികം ഉണ്ടാവുന്നില്ല. പിന്നെ തുളസി ഉണ്ടായിരുന്നില്ല, അപ്പം പലയിടത്തുനിന്നും തുളസി തൈയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പം എന്താ പറയുക, ഞാൻ പുറത്തുനിന്നാണ് മേടിച്ചിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള പൂക്കൾ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കൂടുതലും ഞാൻ വീട്ടിലെ പൂക്കൾ തന്നെയാണ് ഇപ്പോൾ വെക്കുക. പിന്നെ വെള്ളിയാഴ്ചകളിൽ ശുക്രഹോരയിൽ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ വെളുപ്പിന് 6 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്തും, പിന്നെ 1 മണി തൊട്ട് 2 മണി വരെയുള്ള സമയത്തും, അതേപോലെ തന്നെ രാത്രി 8 മണി തൊട്ട് 9 മണി വരെ ഉള്ള സമയത്ത് നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നോക്കിയിട്ട് ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 8 മണി തൊട്ട് 9 മണി വരെയുള്ള സമയമാണ് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഇത് ഞാൻ കേട്ടിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചാല് നമുക്കറിയുന്ന പോലെ നമുക്ക് ലക്ഷ്മിക്ക് പൂജ ചെയ്യാം. നമ്മളിപ്പം എന്താ പറയാ, നമുക്കറിയുന്ന മന്ത്രങ്ങൾ ചൊല്ലി പൂക്കൾ സമർപ്പിച്ച് നാരങ്ങ വിളക്ക് കത്തിക്കാൻ എന്നവർക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാം. അങ്ങനെ നിങ്ങൾക്കറിയുന്ന പോലെ നിങ്ങൾക്ക് ലക്ഷ്മിക്ക് വേണ്ടി ലക്ഷ്മി ദേവിക്ക് വേണ്ടി പൂജകൾ ചെയ്യാവുന്നതാണ്. ദേവിക്ക് നിവേദ്യമായിട്ട് പായസമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറ്റുന്നവര് അത് ചൊല്ലുക. പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ കീർത്തനങ്ങൾ എന്തെങ്കിലും ദേവിയുടെ കീർത്തനങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലാം. അപ്പോൾ എന്ത് പ്രാർത്ഥനയാണോ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ദോഷമായിട്ട് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ടാണ്. എനിക്കറിയുന്ന പോലെ ഞാൻ ഭഗവാനെ വിളിച്ചും എനിക്കറിയാവുന്ന പോലെ പൂക്കൾ സമർപ്പിച്ചും മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് നല്ലൊരു സമാധാനവും പോസിറ്റീവ് മൈൻഡുമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും നല്ലൊരു മാറ്റം, നല്ലൊരു തിളക്കം, നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്താൽ സംഭവിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.